ഇടുക്കി ഭദ്രാസനത്തിനെ കുറിച്ച് ആൾക്കാരുടെ ഇടയിലൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് തിരുമേനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഇടുക്കി ഡയസസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാമെങ്കിൽ അത് എന്നാണ് അത് തുടങ്ങിയത്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ മേജർ മൈൽ സ്റ്റോൺസ്, അല്ലെ അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഒരു നമ്മുടെ ചാലഞ്ചസ്, അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാമെങ്കിൽ. ഇടുക്കി മദ്രാസനം 1982 രൂപപ്പെടുത്തി. കോട്ടയം മദ്രാസനത്തോട് ചേർന്ന് നിന്നിട്ടുള്ള പള്ളികളാണ് ഇടുക്കി മദ്രാസനമായിട്ട് വേർതിരിച്ചിട്ടുള്ളത്. ഇപ്പോഴേതാണ്ട് 34 പള്ളികളുണ്ട്. ഇടുക്കി ജില്ല എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായിട്ടുള്ള ഏരിയ. അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 34 പള്ളികൾ ഇങ്ങനെ ചിതറിക്കിടക്കുക. വളരെ അടുത്തടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. പള്ളികൾ തമ്മിൽ 50-100 വരെ കിലോമീറ്റർ അകലമുണ്ട്. അതിൽ 34 പള്ളികളിൽ 13 പള്ളികളിലേ ഉള്ളൂ 4 ഞായറാഴ്ച വിശുദ്ധ കുർബാന നടക്കും. ബാക്കിയുള്ള പള്ളികളിലൊക്കെ മാസത്തിൽ 1 ഞായറാഴ്ച 2 ഞായറാഴ്ചകളിലൊക്കെ കുർബാന നടക്കും. ക്രമമായിട്ട് 4 ഞായറാഴ്ചയും കുർബാന നടക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പരാധീനത, അതുപോലെ തന്നെ വൈദികരുടെ കുറവും അതിനൊരു പ്രധാനപ്പെട്ട കാരണം. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് പള്ളികൾ നടത്താനായിട്ട് ആരോഗ്യപരമായിട്ടും മറ്റും വൈദികർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. കോട്ടയം ഭദ്രാസനത്തിലെ വൈദികർ ആദ്യകാലങ്ങളിൽ വന്ന് അവിടെ പള്ളി നടത്തിക്കൊണ്ടിരുന്നത്. ഹൈറേഞ്ച് താമസിക്കുന്ന കൂടുതൽ ആളുകളും കോട്ടയം, നമ്മുടെ തോട്ടയ്ക്കാട്ട്, പുതുപ്പള്ളി, മീനടം, പാമ്പാടി ഈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കോട്ടയം ഭദ്രാസനത്തിലുള്ളത്. പല സ്ഥലങ്ങളിലും നമുക്ക് ക്രമമായിട്ട് ആരാധന നടക്കാത്തതുകൊണ്ടും ആരാധനാലയങ്ങളില്ലാതിരുന്നതുകൊണ്ടും നമ്മുടെ ആളുകൾ മറ്റ് സഭകളിലേക്കൊക്കെ ധാരാളം പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് റീത്ത് പ്രസ്ഥാനത്തിൽ ധാരാളം ആളുകൾ പോയിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്തായിരുന്ന അഭ്യുന്നതനായ മാത്യൂസ് മാർ ബർന്നബാസ് മെത്രാപ്പൊലീത്ത തിരുമേനി ആ ഭദ്രാസനത്തെ ഒന്ന് കെട്ടി പടുത്തു കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തിരുമേനി ഏരിയയിലെല്ലാം ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്തു നടന്നു ഒക്കെ പോയി പള്ളികളൊക്കെ സന്ദർശിക്കുകയും അവിടെയുള്ള ഭവനങ്ങൾ പോലും തിരുമേനി പോയി നടന്നും മറ്റുമൊക്കെ പോയി സന്ദർശിക്കുമായിരുന്നു. തിരുമേനി ആ ഭദ്രാസനത്തിനൊരു ആസ്ഥാനം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന തിരുമേനിയാണ്. ചക്കുവള്ളത്ത് ഒരു സ്ഥലം വാങ്ങിച്ചു, ഒരു പഴയ കെട്ടിടം വാങ്ങിച്ചു. പിന്നെ തിരുമേനി ഒരു ചെറിയ അരമന അവിടെ പണിതു. അങ്ങനെ ഒരു മെത്രാസനത്തിൻ്റെ കെട്ടുമട്ടും ഒക്കെ തിരുമേനി ഉണ്ടാക്കി. പിന്നെ നെറ്റിത്തുഴു എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു മെഡിക്കൽ മിഷൻ, ചെറിയൊരു ഹോസ്പിറ്റൽ തിരുമേനി സ്ഥാപിച്ചു. പിന്നെ കുറേ പള്ളികളൊക്കെ തിരുമേനി പോയി സന്ദർശിക്കുകയും അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുകയും അതുപോലെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ഒരുപാട് തിരുമേനി സഹായിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല തുടക്കമായിരുന്നു തിരുമേനിയുടെ കാലമെന്ന് പറയുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ തിരുമേനി അമേരിക്കയ്ക്ക് മാറ്റമായി. പിന്നെ സ്ഥിരമായിട്ടൊരു മെത്രാച്ചൻ പിന്നെ അവിടെ കുറേ കാലത്തേക്ക് ഇല്ലായിരുന്നു. മറ്റു പല ചുമതലകളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അഡീഷണലായിട്ട് ഒരു ചുമതലയൊക്കെ കൊടുക്കുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായ ശ്രദ്ധ അവിടെ മെത്രാച്ചന്മാരുടേത് കുറേ കാലത്തേക്ക് കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായിരുന്നെന്ന് തോന്നുന്നു.
എന്നാൽ ഇപ്പോഴ് മദ്രാസനത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ മദ്രാസനത്തിലുള്ള ഭൂരിപക്ഷ ആളുകളും കർഷകരും അതുപോലെ കർഷക തൊഴിലാളികളും. അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമെന്ന് പറയുന്നത് കൃഷി, അതിൻ്റെ നാണ്യവിളകൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ തോട്ടങ്ങളിൽ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ തോട്ടത്തൊഴിലാളികൾ മാത്രമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ആരാധനാലയങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ തോട്ടം ഉടമകളുടെയും അതുപോലെ അവിടെ ഉദ്യോഗസ്ഥരായിട്ട് നാട്ടിൽ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ നല്ല കൈത്താങ്ങലുകൾ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് നിന്നു. തോട്ടങ്ങളിൽ പണികൾ നടക്കുന്നില്ല. പല സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ വിട്ട് കുട്ടികളുടെ പഠനത്തിനും മറ്റുമൊക്കെ സൗകര്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഈ പള്ളികൾക്ക് വേണ്ടാത്തൊരു സംരക്ഷണവും ശ്രദ്ധയും ഒക്കെ കിട്ടാത്ത ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് മദ്രാസന വിഹിതം അടയ്ക്കാനോ അച്ഛന്മാർക്ക് പ്രതിമാസം ശമ്പളം കൊടുക്കാനോ പള്ളിയിലെ ദൈനംദിന കാര്യങ്ങൾ തന്നെ നടത്താനോ ഒന്നും അവരെ കൊണ്ട് പറ്റാത്ത ഒരവസ്ഥയിൽ. ഇപ്പം തന്നെയാണെങ്കിലും ഈ അവസരത്തിൽ പല സെൻറ്ററുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പണം സമാഹരിച്ചിട്ടാണ് അച്ഛന്മാർക്ക് മാസം തോറും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റുന്നത്. പള്ളികളിൽ നിന്ന് മേടിക്ക മദ്രാസനത്തിൽ 34 പള്ളിയുള്ളതിൽ ഒരു അച്ഛന് ശമ്പളത്തിന് മതിയായ തുക അടയ്ക്കുന്നത് ഏതാണ്ട് 9 പള്ളി മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒരച്ഛന് അത്യാവശ്യം വേണ്ട ശമ്പളം കൊടുക്കാൻ പറ്റിയ തുക മാത്രമേ അവരടയ്ക്കുന്നു. സാധാരണ ഈ ശമ്പള പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് വേണം മറ്റ് പാവപ്പെട്ട പള്ളികൾക്ക് അധികമായി വരുന്ന പണം കണ്ടെത്താനും ഓഫീസിലെ ചെലവുകൾ നടത്താനും സ്റ്റാഫിൻ്റെ ശമ്പളമൊക്കെ ഇതിൽ നിന്ന് വേണമെന്നാണ്. പക്ഷെ അതൊന്നും അവിടെ കിട്ടത്തില്ല. അതുപോലെ തന്നെ മദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തായുടെ അത്യാവശ്യ ചെലവുകൾക്കൊക്കെ ഇതിനകത്തുനിന്ന് പണം കണ്ടെത്തണമെന്നുള്ളതാണ് ശമ്പള പദ്ധതിയുടെ രൂപം കൊണ്ടപ്പോൾ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നും ഇടുക്കിയിൽ നടക്കത്തില്ല. അരമന ചെലവിന് പോലുമുള്ള പണം ഇതിനകത്ത് നമുക്ക് കിട്ടത്തില്ല. ഇത് കൃത്യം കിട്ടുന്നത് ആ പള്ളികളിലെ അച്ഛന്മാർ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ ഇത്രയും ഫിനാൻഷ്യലി ബാക്ക്വേർഡാന്ന് പറയുന്നത്, ഇപ്പോൾ ഇടുക്കി പോലത്തെ സ്ഥലം വെളിയിൽ നിന്ന് ഒരാൾ നോക്കുമ്പം ഇവിടെ നമ്മുടെ തേക്കടിയുണ്ട്, പെരിയാറുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ബാക്ക്വേർഡായിട്ട് വരാൻ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷിയിൽ നിന്ന് വരുന്ന വരുമാനം. പ്രത്യേകിച്ച് ഇപ്പോൾ തേയില തന്നെ എടുക്കും. തേയിലയ്ക്ക് വില അങ്ങ് തീരെ കുറഞ്ഞിട്ട് തോട്ടങ്ങൾ തന്നെ മുതലാളിമാർ ഉപേക്ഷിച്ചു. തോട്ടങ്ങൾ പോലും അവർക്ക് വേണ്ട. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തോട്ടം കുറേച്ച വീതം വെച്ച് ഓരോ തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുക. വസ്തുവിൻ്റെ ഓണർഷിപ്പ് അല്ല, ഈ കൃഷി തിരിച്ചു കൊടുക്കും. അവരതിൽ നിന്ന് ഇലഞ്ഞുള്ളി എടുത്ത് കൊണ്ടുപോയി ജീവിച്ചോ. ഇപ്പം നല്ല കാലത്ത് പലരും ഇടുക്കിയിലോട്ട് വന്നിട്ട് പിന്നീട് ഇതിൻ്റെ എല്ലാം വില കുറഞ്ഞു പോയപ്പം ആൾക്കാർക്ക് ജീവിക്കാനായിട്ടൊരു മാർഗം പോലും ഇല്ലാതെ വന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പട്ടിണി കിടക്കുന്നവരുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, അതൊക്കെ വിഷമിക്കുന്ന. പിന്നെ ഇപ്പോൾ അവർക്ക് അല്പമൊക്കെ ആശ്വാസം കിട്ടുന്നവർ കന്നുകാലികളെയൊക്കെ കുറേയൊക്കെ വളർത്തി, 1-2 പശുവിനെയൊക്കെ വളർത്തി അതിൻ്റെ പാലുമൊക്കെ വിറ്റ് അന്നന്നത്തെ ഇടമൊക്കെ വിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. തിരുമേനി ഇപ്പോൾ പറഞ്ഞിങ്ങനെ 9 പള്ളികളാണ് ആകെ ഒരു സെൽഫ് സസ്റ്റെയിൻ എന്നുള്ളത്. അപ്പം ഈ ബാക്കി പള്ളികൾ പൂവർ എന്ന് പറയുമ്പം അതിനെക്കുറിച്ച് ഈ പള്ളികൾ എത്രമാത്രം പൂവറാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അവരുടെ ഒരു മാസം ഉള്ള വരുമാനം. ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ ഉള്ള ഇപ്പോൾ ഈ ബാക്കിയുള്ള പള്ളികളിൽ ഏറ്റവും കൂടിയതെന്ന് പറഞ്ഞാൽ 50 വീട്ടുകാർ. ഓക്കെ, ആ 50 വീട്ടുകാർ ഒരുപോലെയുള്ളവർ. തോട്ടമേഖലകളിലുള്ള കൂലിപ്പണിക്കാർ മാത്രം കൂടി നടക്കുന്ന പള്ളികൾ. അപ്പോൾ അവർക്ക് മാസവരിയൊക്കെ ഇട്ടാൽ അവർ കൃത്യമായിട്ടൊന്നും അടയ്ക്കത്തില്ല. അവർക്ക് ഇപ്പോൾ പണിയില്ല. ഇപ്പോൾ കിട്ടുന്നതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും അവരുടെ വീട്ടുകാര്യങ്ങൾ നടത്തും. പള്ളി പിരിവൊക്കെ ചോദിച്ചാൽ അവർ
കൊടുക്കാൻ പഠിക്കും. പിന്നെ ഇപ്പം 4 ഞായറാഴ്ച നടത്താൻ പറ്റുന്നില്ല, ഒരു ഞായറാഴ്ച നടത്തുന്നിടത്ത് നമ്മളൊരു മാസം ഒരു 500 രൂപയെങ്കിലും അവരോട് അടയ്ക്കണമെന്നൊക്കെ പറയും. ചില പള്ളിക്കാരൊക്കെ അത് കൊണ്ടുവന്ന് അച്ഛന്മാരുടെ ആ ഒരു കഴിവ് പോലെ ഇരിക്കും, അവരൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് അടയ്ക്കും. എന്നാൽ ചില പള്ളികൾക്കൊക്കെ അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ തന്നെ ഭദ്രാസന കേന്ദ്രത്തിൽ നിന്ന് നടത്തി കൊടുക്കും. അച്ഛൻ്റെ ശമ്പളവും കൊടുക്കും, പള്ളിയിലെ ദൈനംദിന ചെലവിനുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. അവിടുന്ന് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഈ അച്ഛന്മാരെല്ലാം ഇവിടെ കോട്ടയം ഭാഗത്തു നിന്നൊക്കെയാണ് ആദ്യം വന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണോ, അതോ ഇപ്പം ആൾക്കാർ കുറെ കൂടി ഇടുക്കി എന്നുള്ളവരാണ്? ഇപ്പോഴും ഇടുക്കി ഭദ്രാസനത്തിൽ ഒരു 20 അച്ഛന്മാർ ആ ഏരിയയിൽ നിന്ന് സെമിനാരി പഠിച്ച് പട്ടമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു മിനിമം വിദ്യാഭ്യാസ യോഗ്യത വെച്ചിരുന്നത് സെമിനാരി അഡ്മിഷന് വേണ്ടി. അതിപ്പോൾ ഡിഗ്രി വേണമെന്ന് സെമിനാരി നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ കുട്ടികളെ കിട്ടാതായി. കാരണം ആ ഏരിയയിൽ അങ്ങനെ ഡിഗ്രി കോളേജുകളൊന്നുമില്ല. അവർ പിന്നെ കോട്ടയത്തോ എറണാകുളത്തോ ഒക്കെ പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ നമ്മുടെ സഭയ്ക്ക് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല, ഒരു സ്കൂളോ ഒന്നും നമുക്കില്ല. പക്ഷെ ഇപ്പോൾ കത്തോലിക്കർക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ പ്രീ ഡിഗ്രിയൊക്കെ +2 ഒക്കെ കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കാനും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് സെമിനാരിയിലൊക്കെ കുട്ടികളാരും തന്നെ വരുന്നില്ല. ബാക്കിയുള്ള വൈദികർ ഇപ്പോൾ 20 അച്ഛന്മാർ അവിടെ നിന്നുണ്ട്. ബാക്കി ഒരു 10 പേര് പുറത്തു വന്നു, കോട്ടയം അതുപോലെ തന്നെ കൊല്ലം ആ ഭാഗത്തു നിന്നൊക്കെ വന്ന് ഞായറാഴ്ച വന്ന് കുർബാന ചൊല്ലിയിട്ട് തിരിച്ചു പോകും. അങ്ങനത്തെ ഒരവസ്ഥ. ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പം ഈ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെക്കുമ്പം ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെക്കുമ്പോൾ ഇപ്പോൾ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ കോളേജുകളിലൊക്കെ വിട്ടു പഠിപ്പിക്കാൻ സഹായമൊക്കെ കൊടുത്ത് ഇപ്പോൾ പല കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെ താല്പര്യമായിട്ട് കുട്ടികൾ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാവുള്ളത്. ഇപ്പം ഈ അച്ഛന്മാരുടെ ശമ്പളത്തിനൊക്കെ ഇപ്പം പള്ളിയിൽ നിന്ന് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ആ അച്ഛന്മാർക്ക് ശമ്പളം കിട്ടുമോ? അതോ കൊടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാ അച്ഛന്മാർക്കും കൃത്യമായിട്ട് സഭയുടെ ശമ്പള പദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള തുക കൊടുക്കും. അതിന് കോട്ടയത്ത് നിന്ന് നമ്മുടെ സഭയുടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു തുക സബ്സിഡിയായിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് പോരാതെ വരുന്നത് 1-2 വ്യക്തികൾ ആയിട്ട് പോരാത്ത തുക തന്ന് സഹായിക്കുന്നു. അതുപോലെ അമേരിക്ക ഭദ്രാസനത്തിൽ നിന്ന് 2 വർഷമായിട്ട് വൈദികർക്ക് വേണ്ടി ശമ്പളം കൊടുക്കാൻ വേണ്ടി ഭർദ്വാസ തിരുമേനി ഓരോ സംഖ്യ തരും. തിരുമേനിക്ക് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് അറിയാം. തിരുമേനി അത് ഉദ്ദേശിക്കുന്നത് ഒരു തവണയുള്ള പള്ളിയിൽ ഒരു തവണയുള്ള നടത്തുക, 2 തവണയുള്ളിടത്ത് ഒരു തവണയുള്ള നടത്തുക. അങ്ങനെ തിരുമേനി തന്ന പണം കൊണ്ട് ഇപ്പോഴ് പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തവണയുണ്ടായിരുന്നത് 2 തവണയാക്കിയിട്ടുണ്ട്. പാമ്പനാർ പള്ളി 2 തവണയായിരുന്നത് 4 തവണയാക്കിയിട്ടുണ്ട്. പീരുമേട്ടിൽ ഒരു തവണയായത് 2 തവണയായി. പള്ളിക്കുന്നിൽ ഒരു തവണയായത് 2 തവണയാക്കിയിട്ടുണ്ട്. അതുപോലെ തേങ്ങാക്കല്ല് പള്ളി 2 തവണ ചൊല്ലുന്നുണ്ട്. അങ്ങനെ കുറേ പള്ളികളിൽ ഇപ്പോൾ 2 വർഷമായിട്ട് തിരുമേനി സഹായിക്കുന്നതുകൊണ്ട് അങ്ങനെ തവണകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉള്ള സ്ഥലങ്ങളിൽ അച്ഛന്മാർക്ക് ശമ്പളത്തിന് പോരാഴിയുള്ളത് വരുന്നത് കോട്ടയത്തു നിന്ന് സഭാ കേന്ദ്രത്തിൽ നിന്ന് തന്ന് സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വൈദിക സെമിനാരിയിൽ നിന്നൊക്കെ പിള്ളേരെ അവിടെ ഈ റിമോട്ട് സ്ഥലങ്ങളിലോട്ടൊക്കെ വരാൻ കിട്ടുമോ? കിട്ടുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികൾ വന്ന് പള്ളികൾ കേന്ദ്രീകരിച്ച് പാരീഷ് മിഷൻ നടത്തുന്നുണ്ട്. ഭവനങ്ങളൊക്കെ പോയി സന്ദർശിക്കുകയും അവരെ കുട്ടികളെ ആരാധനാഗീതങ്ങൾ പഠിപ്പിക്കുകയും പ്രാർത്ഥനായോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വലിയ തോവാള എന്ന് പറയുന്ന സ്ഥലത്ത് 6-7 ശമാശന്മാർ വന്ന് വലിയ സെമിനാരിലെ അധ്യാപകരും ഒക്കെ വന്ന് ഒരു പാരീഷ് നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച. നമുക്കൊരു ഇപ്പോൾ അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് ഒരു സെൻ്ററായിട്ട് ഇടുക്കി എടുത്തിട്ട് അവരുടെ സെമിനാരിലെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ കുട്ടികളെ ഇവിടെ 2 പേര് ഇടുക്കിയിൽ താമസിക്കുന്നു. അപ്പോൾ നമുക്ക് അച്ഛന്മാരുടെ ഷോർട്ടേജ് കൊണ്ടല്ല ഈ 1-2 തവണകളാവുന്ന അത് ഫിനാൻഷ്യൽ കാരണങ്ങൾ. അതാ ഒരു കാരണം. പിന്നെ യാത്രാ സൗകര്യം
കുറവുണ്ട്, താമസ സൗകര്യത്തിൻ്റെ കുറവുണ്ട്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ആരോഗ്യപരമായിട്ട് എന്ന് പറയുമ്പം അത് ഇപ്പം ഇത് പറഞ്ഞാൽ അവിടെ പതിവായിട്ട് വന്ന് നിൽക്കുമ്പോൾ ആസ്മ പോലെ ഒക്കെയുള്ള രോഗങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈസ്നോഫീലിയായ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് ചിലർക്ക് ഉണ്ടാകും. പിന്നെ പ്രായമുള്ളവർക്ക് ഈ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. ഒരു പ്രായം കഴിയുമ്പോൾ അവർ പതിയെ അവിടുന്ന് ഈ തണുപ്പ് സഹിക്കാൻ മേലാത്തതുകൊണ്ട് അവരവിടെ വിട്ടുപോകാൻ നിർബന്ധിതരാകുന്ന ആളുകളുണ്ട്. ഇപ്പം ഈ ഇത്രയും ദൂരം പള്ളികൾ തമ്മിൽ 100 കിലോമീറ്റർ വരെ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത്രയും ഒരു റിമോട്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും അലവൻസ് വല്ലതും കിട്ടുമോ? അതോ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഈ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പല സ്നേഹിതന്മാരുടെയൊക്കെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് വാഹനങ്ങളില്ലാത്തവർക്കൊക്കെ വാഹനങ്ങൾ 2 വീലറൊക്കെ ക്രമീകരിച്ചു കൊടുക്കാനും പിന്നെ സ്പെഷ്യലായിട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരു അലവൻസൊക്കെ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ ചെന്ന് പറ്റാനായിട്ട് പ്രയാസമാണ്. ബസ്സൊക്കെ കാത്തു നിന്നാൽ ഒരു ദിവസം മുഴുവൻ അങ്ങനെ നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ചിലപ്പോൾ ഒരു ബസ്സൊക്കെ കാണാം. അതുകൊണ്ട് 2 വീലറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പല പള്ളികൾ വളരെ പൂറായിട്ടുള്ള പള്ളികൾ റീബിൽഡ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വായിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഐക്കണിൽ ഞങ്ങൾ വായിച്ചിരുന്നിങ്ങനെ ഷിക്കാഗോയിലെ ഒരു പള്ളി ഒരു സ്ഥലത്ത് ഇത് ചെയ്യുന്നു, ആനവിലാസത്തെ വേറെ കുറച്ച് പേര്. അപ്പോൾ ഇതുപോലെ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് പ്രോജക്ട്സ് നടക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം പണി ചെയ്യാനായിട്ട് തുടങ്ങി ഉപ്പുവെന്ന് പറയുന്ന സ്ഥലത്താണ്. അതൊരു ആദിവാസി കോളനി പോലെയുള്ള ഒരു സ്ഥലമായി ഉപ്പുവെന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഒരു മിഷൻ സെൻ്ററൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഒരു ചെറിയ ചാപ്പൽ, അതെല്ലാം കാലപ്പഴക്കത്തിൽ വളരെ ജീർണിച്ച് അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. അത് 1-2 വ്യക്തികളുടെ സഹായത്തോടുകൂടെ അതിൻ്റെ മേൽക്കൂരയെല്ലാം മാറ്റി കട്ടിള ജനലുകളൊക്കെ പുതിയത് വെച്ച് അതിൻ്റെ കേടുപാടുകളൊക്കെ പോക്കി ഒരു 2-3 ലക്ഷം രൂപ ചിലവാക്കി അത് വളരെ മനോഹരമാക്കി ഇപ്പോൾ അത് ആരാധനായോഗ്യമാക്കി അവിടെ കുർബാന നടക്കുന്നു. അതുപോലെ തന്നെ പണി പൂർത്തീകരിക്കപ്പെടാതെ വർഷങ്ങളായിട്ട് കിടന്ന കരിമ്പൻ സെൻറ്റ് ജോർജ് പള്ളി, ഇടുക്കി ജില്ലയിലുള്ള ഒരു പള്ളി, അത് നമ്മുടെ കുവൈറ്റ് ഇടവകയിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അത് പണി പൂർത്തീകരിക്കാൻ വേണ്ട പണം പ്രാർത്ഥനാ യോഗക്കാർ സമാഹരിച്ചു തന്നു. അങ്ങനെ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. പിന്നീട് തുടങ്ങിയത് ഈ തങ്കമണി മാർ ഗ്രിഗോറിയൂസ് പള്ളിയുടെ പണി. അതിനും ഒരു വ്യക്തി അതിൻ്റെ പണികൾക്ക് മുഴുവൻ തുകയും കിട്ടിയില്ലെങ്കിൽ നല്ല ഒരു തുക അതിനു വേണ്ടി തന്നു. അവരൊക്കെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പണം അതിന് ചിലവായിട്ടുണ്ട്. അതുപോലെ ഹിലിബറിയയിലെ പള്ളിക്ക് സ്ഥലം വാങ്ങിച്ചു. അവിടെ പള്ളി വെക്കാനും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പണം ചിലവായി. അതിന് 1-2 വ്യക്തികളാണ് അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഐക്കോണിൽ കണ്ട കുറേ വ്യക്തികളൊക്കെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ അതിനു വേണ്ടിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ആ പള്ളികളുടെ പണി നടക്കുന്നത്. അതുപോലെ തന്നെ വാഴവര എന്ന് പറയുന്ന സ്ഥലത്ത് 1 ഏക്കർ സ്ഥലം പുതിയ പള്ളി വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ആനവിലാസത്തിൽ ഒരു 30 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങിച്ചു. അതിന് 5 ലക്ഷം രൂപയോളാവും. അതുപോലെ കഞ്ഞിക്കുഴിയിൽ പുതിയ പള്ളി പണിയാൻ വേണ്ടി 50 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചു. പഴയ പള്ളി പൊളിച്ചു മാറ്റി ഒരു ടെമ്പററി ആയിട്ടൊരു സൗകര്യമൊക്കെ ആരാധനയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ആനവിലാസത്തിലും കഞ്ഞിക്കുഴിയിലും പുതിയ പള്ളി പണിയാൻ ആരംഭിക്കുകയാണ്. അരമനയുടെ അവിടെ അരമന ചാപ്പൽ ഇപ്പോൾ പണിയുന്നുണ്ട്. അരമനയ്ക്കടുത്ത് കുങ്കിരിപ്പെട്ടി സെൻറ്റ് തോമസ് കത്തീഡ്രലിൻ്റെ പണി വർഷങ്ങളായിട്ട് തുടങ്ങിയതായി. ഈ വർഷം അത് പൂർത്തീകരിക്കും. അതിൻ്റെ പണി ഉത്സാഹിച്ച് നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പുതുക്കി പണിയേണ്ട വേറെ കുറേ പള്ളികളുണ്ട് ഇടുക്കി. അപ്പോൾ ഇതിൽ നമ്മൾ ഈ
ഒത്തിരി പള്ളികളുടെ പല സ്റ്റേജിലായിട്ട് ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം പണിതുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ മെയിൻ ചാലഞ്ചസ് വന്നത്? നമ്മൾ വിചാരിച്ചെടുത്ത് നിന്നോ അതോ? നിൽക്കുന്നില്ല. അപ്പോൾ മെറ്റീരിയൽസിനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പണം ചിലവാകുന്നുണ്ട്. മെറ്റീരിയൽസ് ആ സൈറ്റിൽ എത്തിക്കാൻ വളരെ ദൂരെ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പണം ചിലവാകും. പിന്നെ വേണ്ട വിധത്തിൽ പോയി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, ഇത്രയും ദൂരെയായതുകൊണ്ട് എപ്പോഴും നമുക്ക് പോയി നോക്കാൻ സാധിക്കത്തില്ല. പിന്നെ അതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവിടെ മെറ്റീരിയൽസ് കിട്ടാനുള്ള ഷോർട്ടേജ്, പ്രത്യേകിച്ച് തടിയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ ആളുകളുടെ കോപ്പറേഷൻ നല്ലതുപോലെ ഉണ്ട് അവിടെയുള്ള ഇടവക്കാർ. പക്ഷെ അവരിൽ നിന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് ഒന്നും കിട്ടത്തില്ല. എന്നാലും അവരുടെ ശരീരം കൊണ്ട് കുറച്ചൊക്കെ അധ്വാനിച്ച് നമ്മളെ സഹായിക്കും. എന്നാലും അവർക്ക് എല്ലാ ദിവസവും കൂലി കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. അവരുടെ വീട്ടിലെ ചിലവുകളും ഒക്കെ നടക്കേണ്ടതുകൊണ്ട് അവർക്കൊരു ചെറിയ കൂലിയൊക്കെ നമ്മൾ കൊടുക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് അരമനയിൽ നിന്ന് പോയി ഈ പണിയൊക്കെ നേരിട്ട് നോക്കി നടത്താനുള്ള പ്രയാസമുണ്ട്. ഇത്രയും ദൂരെയാകും. അപ്പം അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരേ സമയത്ത് പല സ്ഥലത്ത് പണി നടക്കുന്നത് കൊണ്ട് അത് സൂപ്പർവൈസ് ചെയ്യാൻ വരുന്ന എൻജിനീയർക്കും ഒക്കെ അവിടെ ചെന്നെത്താനും നോക്കാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങളൊക്കെ. പിന്നെ അവിടെയൊക്കെ നല്ല സ്കിൽഡായിട്ടുള്ള മേസ്ത്രിമാരെ കിട്ടാൻ പ്രയാസമുണ്ട്. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും പ്രയാസമായിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച ആ ബഡ്ജറ്റിനകത്ത് ഇത് തീരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചർച്ച് ഇവിടെ ഒരു പള്ളിയുടെ പണി സ്പോൺസർ ചെയ്തു, അവരിപ്പോൾ ഒരു 5 ലക്ഷം രൂപ തന്നു. ഇപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച് 5 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷത്തിനാകുവാണെങ്കിൽ ബാക്കി 2 ലക്ഷം രൂപ അവിടുത്തെ അച്ഛനും കമ്മിറ്റിക്കാരും കൂടെ നാട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പള്ളികളിൽ പോയിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ള. പിന്നെ അരമനയിൽ തന്നെ 1-2 പേരെ പ്രത്യേകമായിട്ട് നിർത്തിയിട്ടുണ്ട് ഈ പള്ളികളൊക്കെ പോയി പണികൾ നോക്കാനും അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി തന്നിട്ടുള്ള എൻജിനീയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി 1-2 പേരെ നമ്മൾ പ്രത്യേകം ശമ്പളം കൊടുത്തൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം അവർ എല്ലായിടത്തും പോയി നോക്കി നമുക്ക് വളരെയധികം അതായത് യാതൊരു വേസ്റ്റേജും ഇല്ലെന്നുള്ളത് ഉറപ്പാക്കാം. കുഴപ്പമില്ല, അങ്ങനെയൊന്നും വരത്തില്ല. നഷ്ടമൊന്നും വരുന്നത് മനഃപൂർവ്വമായിട്ട് ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇതിലിപ്പം തിരുമേനി പറഞ്ഞ പോലെ ഈ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അത് കേൾക്കാൻ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ അപ്പം എവിടെയാണ് നമ്മൾ ഈ ആൾക്കാരെ എങ്ങനെയാണ് സഹായിക്കുന്നത്? സ്കിൽഡ് ലേബറാണോ? ഇല്ല, അവർ പോയി മെയ്സൺ പണിയൊക്കെ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. മൈക്കാടെന്ന് പറയുന്ന കൂലിപ്പണി എന്തെങ്കിലുമൊക്കെ മൺപണിയൊക്കെ ചെയ്യുക, പിന്നെ മേസ്ത്രിയെ സഹായിക്കുന്ന പണികൾ, ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ. അപ്പം അവർ ഇതിന് വരുമ്പോൾ അവർക്ക് വേറെ ജോലികളൊക്കെ തോട്ടത്തിലൊക്കെ? ഇപ്പോൾ തോട്ടത്തിൽ കാര്യമായ പണികളില്ല. ഇല്ല. അപ്പം അതേപോലെ ഈ പല പള്ളികളിൽ പല സഹായങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ തിരുമേനി ഓരോരുത്തരും ചെന്ന് ചെല്ലുകയോ അതോ പറയുമ്പോൾ ആൾക്കാരോട് ഈ ആവശ്യങ്ങളെക്കുറിച്ച് പറയുമ്പം എങ്ങനെയായിരുന്നു ഇതിൻ്റെ റെസ്പോൺസ്? ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇടുക്കിയുടെ പ്രത്യേകതകളൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണം പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ പള്ളികളിൽ നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഈ അച്ഛന്മാർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ താമസിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗകര്യമുണ്ടോ? താമസിക്കാൻ സൗകര്യമുള്ള പള്ളികൾ വളരെ ചുരുക്കം. അവർ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും അടുത്തുള്ള വീടുകളിൽ താമസിക്കും. ഞാൻ ചെന്നാലും ഏതെങ്കിലും സമീപത്തുള്ള വീടുകളിലാണ് കിടക്കുന്നത്. കുർബാനയെല്ലാം ചെന്ന് പള്ളിയിൽ ഈ പ്രധാനപ്പെട്ട 5-8 പള്ളികളിലൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള പള്ളികളിലൊക്കെ താമസിക്കാൻ സൗകര്യം കുറവാണ്. അപ്പം നമ്മൾ ഈ ഇപ്പം തുടങ്ങി വെച്ച പള്ളികളല്ലാതെ വേറെ ഇനി പുതിയ പള്ളികൾ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് പള്ളിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ആളുകളുണ്ട്. അവിടെ നമുക്ക് പള്ളിയില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചെല്ലാർകോവിലിൽ
നമുക്കിപ്പോൾ താൽക്കാലികമായ ഒരു ക്രമീകരണമേ ഉള്ളൂ, സ്ഥിരമായിട്ടൊരു ദേവാലയം ഉണ്ടായിട്ടില്ല. അതുപോലെ ചേറ്റുകുഴിയിൽ ഇപ്പോൾ നമുക്കുള്ള പള്ളി ആരാധനയോഗ്യമല്ലാത്ത ഒരവസ്ഥയിൽ അവിടെ നമുക്ക് ധാരാളം ആളുകളുണ്ട്. ഒരു പുതിയ പള്ളി നമുക്ക് പണിയണം. ഇപ്പോൾ പുള്ളിക്കാനത്തെ പള്ളി കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ഒരവസ്ഥയിലാണ്. അതിപ്പോൾ ഒരു മെയിൻ്റനൻസൊക്കെ തൽക്കാലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഇപ്പോൾ തോട്ടത്തിൽ പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. തേയിലത്തോട്ടത്തിൽ ഇപ്പോൾ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ നേരിട്ടുള്ള ചുമതലയിൽ അതെല്ലാം അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ഈ മിഷൻ സൺഡേയുടെയൊക്കെ ഒരു 40% ഈ അണ്ടർ ഡെവലപ്ഡ് ചർച്ചസിനാണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇടുക്കി ഭദ്രാസനമല്ലേ ഏറ്റവും പിന്നോക്കം പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അതോ ഈ മിഷൻ സൺഡേ കളക്ഷനിൽ നിന്ന് 40% അത് സഭാകേന്ദ്രത്തിൽ കൊടുക്കും. അത് ഈ മലങ്കരയിലുള്ള എല്ലാ ഭദ്രാസനങ്ങൾക്കുമായിട്ട് വീതം വെക്കും. അപ്പം അതിൻ്റെ ഒരു ചെറിയ തുക ഇടുക്കിക്കും കിട്ടുന്നു. അതെല്ലാ വർഷവും 2-3 പള്ളികൾക്ക് ഒരു മെയിൻ്റനൻസിനെന്നോ എന്തെങ്കിലും ആയിട്ട് ഒരു 15,000 രൂപ അല്ലെ 20,000 രൂപ ഒക്കെ അത്യാവശ്യത്തിന് കൊടുക്കും. അതുകൊണ്ടൊരു പള്ളി പണിയൊന്നും നടക്കില്ല, പറ്റത്തില്ല. ശരി. ഇപ്പം മെയിനായിട്ട് ഇപ്പം വരുന്നത് നമ്മൾ ഓരോ പള്ളിക്ക് വേണ്ടിയത് സ്വയമായിട്ട് പിരിച്ച് വേണം കാര്യങ്ങൾ അത്രേ പറ്റത്തുള്ളൂ. നമ്മളെവിടെ നിന്നും മുഴുവൻ പണം ഉണ്ടാക്കി സഹകരിക്കുന്നവരുണ്ട്. ഈ പ്രധാനപ്പെട്ട 5-6 സെന്ററുകളിലുള്ള പള്ളികളിലെ ആളുകളൊക്കെ സഹകരിക്കും. പിന്നെ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഈ ഇടുക്കി ഡയസസിൻ്റെ ഈ മിഷൻ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഈ ഇടുക്കി ഡയസസിൽ ഈ ചാരിറ്റബിൾ ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് എന്തൊക്കെയുണ്ട്? അല്ലെ നമുക്ക് വല്ലതും ഓർഫനേജസോ ഓൾഡ് ഏജ് ഹോംസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം നമുക്ക് അവിടെ ഭരണാശ്രമേ തുടങ്ങിയ ഒരു ഹോസ്പിറ്റലുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് പോകുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡോക്ടേഴ്സിനെ കിട്ടാൻ വലിയ പ്രയാസം. വരുന്ന ആളുകൾ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുകയില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പിരിഞ്ഞു പോകും. അപ്പോൾ പുതിയ ഒരാളെ കണ്ടെത്താനായിട്ട് പ്രയാസമുണ്ട്. പിന്നെ അത് കുഴപ്പമില്ലാത്ത ഒരു സ്ഥാപനമായിട്ട് ഇങ്ങനെ പോകുന്നൊന്നുമില്ല, പുരോഗമനമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അത് കുറെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ള ഡോക്ടേഴ്സിൽ ആരും തന്നെ ആരുമില്ല, നമ്മുടെ ആരും അങ്ങനെ വരുന്നില്ല. അതിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂലമായ നിലയും അതൊക്കെ അവർ പറയുന്നത്. വീട് വിട്ട് ഇത്രയും ദൂരെ വന്ന് താമസിച്ച കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ പ്രയാസമാണ് എന്നൊക്കെയാണ്. പിന്നെ അവരൊക്കെ ഇപ്പം വലിയ എമൗണ്ടൊക്കെ ചിലവാക്കിയാണ് പഠിക്കുന്നത്. ഇവിടെ വന്നാൽ അതൊക്കെ അവർക്ക് തിരികെ കിട്ടാൻ പ്രയാസമാണ്. ഒക്കെയുള്ള പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ സഭയുടെ ഈ മെഡിക്കൽ കോളേജുകളും അങ്ങനത്തെ ഇതൊന്നും നമുക്കൊരു ഇപ്പോൾ 1-2 വർഷം കൂടെ കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ പുറത്ത് ഇറങ്ങിയില്ല, ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയാൽ 1-2 വർഷം കൂടെ ഒക്കെ കഴിയുമ്പോൾ MBBS കാരെയൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ആ കോളേജിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കോട്ടയിൽ പോകുന്നവർ ഒരു ബോണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ കുട്ടികളെ വിട്ടുതരാമെന്ന് പറയുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഓർഫനേജസ് ഓൾഡ് ഏജ് ഹോംസ് ഇപ്പോൾ നമുക്ക് അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളും ഇല്ല, ഓർഫനേജും ഇല്ല. അതിപ്പോൾ ഒരു വൃദ്ധസദനം സ്ത്രീകൾക്ക് വേണ്ടി, പ്രായമുള്ള സ്ത്രീകൾ ആരും നോക്കാനൊന്നും ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങാൻ വേണ്ടി നെറ്റിത്തുഴു എന്നുള്ള പറയുന്ന സ്ഥലത്ത് പ്രത്യേക സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊരു കെട്ടിടം പണിയാനുള്ള പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഏകദേശം പ്രാരംഭമായിട്ട് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളുള്ള ഒരു 20 പേർക്ക് താമസിക്കാവുന്ന ഒരു കെട്ടിടവും അവർക്കൊരു ചെറിയ പ്രാർത്ഥനാ മുറി, ഒരു കിച്ചണും, അങ്ങനെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ കൂടി ക്രമീകരിക്കുന്നുണ്ട്. 20 ലക്ഷം രൂപ വേണ്ടി വരും. അതനുസരിച്ചുള്ള ഒരു പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ജനുവരി തന്നെ അത് ഒരു പകുതി കഴിയുമ്പോൾ അതിൻ്റെ പണി തുടങ്ങുന്നുണ്ട്. ഇത് ആരെങ്കിലും ഡൊണേറ്റ് ചെയ്ത സ്ഥലമാണ്? ഇതുവരെ അങ്ങനെ ആരും മുമ്പോട്ട് വന്നില്ല. ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് സമീപിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പണി ആരംഭിക്കാനുമായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരും പള്ളികളൊക്കെ ഓരോ മുറി സ്പോൺസർ ചെയ്യാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സ്കീം തയ്യാറാക്കണമെന്നാണ് വിചാരിക്കുന്നത്.
ഇപ്പം തിരുമേനി പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഇതുവരെ ഒരു ഓർഫനേജോ ഓൾഡ് ഏജ് ഹോമൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഈ പ്രത്യേകിച്ച് മിഷൻ സൊസൈറ്റി കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലും ഒക്കെ ഒത്തിരി ഓർഗനൈസേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇടുക്കി മാത്രം അതൊന്ന് മിസ് ഔട്ടായി പോയത്? അവിടെ എനിക്ക് തോന്നുന്ന അവിടുത്തെ ഈ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടും യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ അവിടെ വന്ന് സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ അതിനോട് യോജിച്ചു പോകാൻ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇനി സാമ്പത്തിക സഹായങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൂടി കാണുമോ? ഇപ്പം ഇവിടെയൊക്കെ ഒരു ഓർഫനേജൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പലരും വെളിയിലൊക്കെ പോയി അവരവിടുന്ന് കുറേ സഹായങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഇടുക്കി മദ്രാസനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ 1-2 രാജ്യങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയിട്ട് ആ മദ്രാസനത്തിൽ വിട്ട് ആരും തന്നെ ഒരിടത്തുമില്ല. പുറത്തെങ്ങും അങ്ങനെ പോയിട്ടില്ല. ഇപ്പോൾ അങ്ങനെ 1-2 പേരൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊരു വലിയ പോരായ്മയാണ്. ഇവിടെ 1-2 വൈദികരൊക്കെ വിദേശത്തൊക്കെ പോയപ്പോഴും അവർക്ക് വലിയ പ്രയാസമായിരുന്നു. അവർക്ക് നേരിട്ട് പരിചയമുള്ള ആരുമില്ല. അവരെ ഒന്ന് റിസീവ് ചെയ്യാനോ അവരെ ഒന്ന് കൂടെ താമസിപ്പിക്കാനോ അവർക്ക് മുഖപരിചയമുള്ള ആരെയും എവിടെയൊക്കെ കാണാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഓർഫനേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പ്രയാസം ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു ടൈലറിങ് സ്കൂൾ ഈ വർഷം തുടങ്ങാൻ വേണ്ടി നമ്മുടെ ദോഹ പള്ളിയിലെ യുവജന പ്രസ്ഥാനം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ശകലം ഡീറ്റെയിൽസ് പറയാമോ? ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഫീസ് കൂടാതെ തയ്യൽ പരിശീലനം കൊടുക്കുക, അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ തയ്യാറാക്കി വിറ്റ് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുക, എംബ്രോയിഡറി വർക്കൊക്കെ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള സ്കൂളുകളിലൊക്കെ യൂണിഫോമൊക്കെ നമ്മൾ ഓർഡർ പിടിച്ച് തയ്ച്ച് കൊടുത്താൽ അതിൽ നിന്ന് കുറച്ച് വരുമാനമൊക്കെ കിട്ടും. അതിവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ അതുകൊണ്ട് ട്യൂട്ടറായിട്ട് വരുന്നവർക്ക് ശമ്പളം കൊടുക്കണം, കെട്ടിടത്തിൻ്റെ വാടക കൊടുക്കണം. അങ്ങനെയൊക്കെ. ഇത് എവിടെയായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അരമനയോടടുത്ത ഒരു സ്ഥലത്താണ് ഒരു ചെറിയ കെട്ടിടം തൽക്കാലം വാടകയൊക്കെ എടുത്ത് അവിടെ തുടങ്ങാൻ. ഇപ്പോൾ ഈ അതേപോലെ തന്നെ ഇടുക്കിയിലെ ഈ ഗ്രേസ് ചാരിറ്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ ചെയ്യുന്ന വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അപ്പം അവരെക്കുറിച്ച് തിരുമേനിക്കുള്ള വിഷൻ എന്താണ്? അവർ ഒരു 5 വർഷത്തിൽ ഗ്രേസ് ചാരിറ്റീസ് എന്ത് ചെയ്യും എന്നുള്ള? അത് നമ്മുടെ മദ്രാസനത്തിൻ്റെ ചുമതലയിൽ തുടങ്ങിയ ഒരു സൊസൈറ്റിയാണ്. അത് നമ്മൾ രൂപം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇങ്ങനെയുള്ള ചില സൊസൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മുടെ ആളുകൾ തന്നെ പലരും അതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ ഈ സൊസൈറ്റിയുടെ ചെറിയ സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ് ഒന്നും തുടങ്ങാൻ നമുക്ക് വേണ്ട പോലെ സാധിച്ചിട്ടില്ല. അപ്പോൾ വളരെ കുറച്ച് പേരെ നമ്മുടെ ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളൂ. ഈ മറ്റുള്ള ഗ്രൂപ്പ് ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് പറയുമ്പം നമ്മുടെ ഈ പള്ളിയുടെ അല്ലാതെ വേറെ അപ്പോൾ അവർക്ക് ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ അവരത് വിട്ടുപോരാനായിട്ട് ഒക്കെ പലപ്പോഴും മടിയാണ്. ഒരു 300 ഇതുപോലുള്ള ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലേ ഗവൺമെൻറ്റിൽ നിന്ന് ലോണൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവർ മെമ്പേഴ്സ് ആയിട്ടിരിക്കുന്നിടത്തൊക്കെ അതുപോലെ 300, 400, 500 ഒക്കെ ചെറിയ SHG ഉള്ളതാണ്. ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം അവർക്ക് എങ്ങനെയാണ് നമ്മൾ ഈ പശു അങ്ങനത്തെ? നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം കുറച്ച് ആളുകൾക്ക് ചെറിയ ചെറിയ തൊഴിലൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കാകുന്ന ഒരു എമൗണ്ട് അവർക്ക് വായ്പയായിട്ട് കൊടുക്കും. എന്നിട്ട് അത് മാസം തോറും ഒരു കൃത്യമായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അടയ്ക്കണം. പിന്നെ പശുക്കളെ ആടുകളെ ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കുക. ഇത്രയൊക്കെ ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ ഒന്ന് വിപുലമാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വൈദികരുടെ എല്ലാം കൂടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ എല്ലാ പള്ളികളിലും ഇതിൻ്റെ 20-25 മെമ്പേഴ്സ് വേണം. അങ്ങനെ എല്ലാവരെയും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഈ SHGയുടെ എണ്ണം ഒന്ന് വർദ്ധിപ്പിച്ച് ഒരു 300 വരെയൊക്കെ ആക്കിയാൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വളരെ ചുരുങ്ങിയ പലിശയ്ക്ക് ധാരാളം
പണം ലോണായിട്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ ഈ ഗ്രേസ് ചെയ്യുന്ന മറ്റുള്ള പ്രോജക്ട്സിന് നമുക്ക് സെൻറ്ററിൽ നിന്ന് വല്ലതും ഹെൽപ്പ് കിട്ടാറുണ്ടോ, അതോ എല്ലാം നമ്മുടെ അതിന് പുറത്തുനിന്നൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അതേപോലെ ഇപ്പം ഈ ഇടുക്കി ഡയസസിൻ്റെ കുറിച്ച് തിരുമേനിയുടെ വിഷൻ എന്താണ്, എന്തായിരിക്കും ഒരു 10 ടോപ്പ് പ്രയോറിറ്റീസ്? ഇടുക്കി ഡയസിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്ന ആരാധനാലയങ്ങളില്ലാത്ത എല്ലായിടത്തും മനോഹരമായിട്ടുള്ള ദേവാലയങ്ങളുണ്ടാകണം. മനുഷ്യർക്ക് ആരാധിക്കാനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ എല്ലായിടത്തും പ്രാഥമികമായിട്ട് അതൊന്ന് പൂർത്തീകരിച്ചിട്ട് മറ്റു കാര്യങ്ങളിലോട്ട് ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ ഉള്ള പള്ളികളെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തി മനോഹരമാക്കുക, പുതിയ പള്ളികൾ വെക്കേണ്ട സ്ഥലത്തൊക്കെ പുതിയ സ്ഥലങ്ങൾ വാങ്ങിച്ച് പള്ളികൾ വെക്കുക, നമ്മുടെ ആളുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. പിന്നെ ഇടുക്കി ഒരു മെത്രാസനത്തിന് നല്ലൊരു അരമന, അതിന് ഒരു സെൻട്രലൈസ്ഡ് ഓഫീസ് സംവിധാനം ഉണ്ടാക്കുക, അരമനയിൽ ഒരു പൊതുവായിട്ടൊരു ചാപ്പലും ഒരു മീറ്റിങ്ങുകളൊക്കെ നടത്താനുള്ള ഒരു സൗകര്യം. ഇപ്പോഴ് പള്ളികളിലൊക്കെ ഈ ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം, വൈദിക യോഗം, മെത്രാസന യോഗം ഇങ്ങനെയൊക്കെ നടത്താൻ ചെല്ലുമ്പോൾ അതൊന്ന് പള്ളികളിൽ വെച്ചൊന്ന് നടത്താൻ തന്നെ അവരോട് ആവശ്യപ്പെടുമ്പോൾ അതിനൊക്കെ കുറേ പണം ചിലവാകും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പള്ളിക്കാർക്കൊക്കെ മടി. അരമനയിൽ നമുക്കതിനുള്ള സൗകര്യം. അപ്പോൾ അതെല്ലാം ഒന്ന് ക്രമീകരിക്കാനാണ് ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലൊന്ന് ഭംഗിയാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ 1-2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ട്. എങ്കിലേ ആളുകളുടെ ആ ജീവിത നിലവാരവും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം. അങ്ങനെ കുറേ പറഞ്ഞ പോലെ കുട്ടികളെ മാതാപിതാക്കളൊക്കെ വേണ്ട വിധം സംരക്ഷിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു ബാലഭവനം ഉണ്ടാക്കണം. പിന്നെ ഇടുക്കിയിലൊരു ആശ്രമം ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. നന്നായിട്ട് പ്രവർത്തിക്കാൻ ഒരു സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഈ പള്ളികളുടെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കോൺവെൻ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചിപ്പോഴാണ് കന്യാസ്ത്രീകളോടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചർച്ചിൻ്റെ ഒരു ഇമേജ് അവിടെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് വലിയ ആഗ്രഹമാണ്. കാരണം നമ്മുടെ ഡയോസിസ് ഏറ്റവും ആദ്യം ഇടുക്കിയിലുണ്ടാകും. മറ്റ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കൊന്നും തന്നെ ഇടുക്കിയിൽ അങ്ങനെ മെത്രാസനങ്ങളോ അരമനകളോ ഒന്നുമില്ല. നമ്മൾ ആദ്യം തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഒട്ടും വളർച്ചയില്ലാതെ എങ്ങനെ മുരടിച്ചു പോയി. അത് കഴിഞ്ഞ് തുടങ്ങിയ മറ്റ് പല സഭകളുടെയും മെത്രാസനങ്ങളൊക്കെ ഒരുപാട് ആളുകളെ നമ്മൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവർ എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പലതരത്തിലും അവരാളുകളെ പല സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി നമ്മളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രേരണയുണ്ട് പല സ്ഥലത്തും. എങ്ങനെയാണ് അവർ നമ്മുടെ ആൾക്കാരെ ആകർഷിക്കുന്ന അവർ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും, ജോലി ഉണ്ടാക്കി കൊടുക്കും, പള്ളിയില്ലാത്തടത്ത് പള്ളി ഉണ്ടാക്കി കൊടുക്കും. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു പള്ളി ഉണ്ടാക്കി കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആശ്വാസം. പള്ളിയൊക്കെ പണിത് കൊടുത്തു കഴിയുമ്പോൾ അവർ പതിയെ അങ്ങോട്ടങ്ങ് എടുക്കും. ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്തു പോയി ആരാധനയിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്ന അവിടെ പ്രയാസം. യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. നടന്നൊക്കെ വേണം വളരെ ദൂരെ പോകാൻ. ഇവിടെ ഈ പള്ളികളിൽ തന്നെ എല്ലാ പള്ളികളിലും ജീപ്പും കാറും ഒന്നും ചെല്ലത്തില്ല. കുറേ നടന്നൊക്കെ മല കയറി വേണം പള്ളികളിലൊക്കെ ചെല്ലാനായിട്ട് തന്നെ. അപ്പം ആളുകൾക്ക് ഈ യാത്രാ സൗകര്യം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം അടുത്തൊരു പള്ളി വരുമ്പോൾ അത് ഏകദേശമൊക്കെ നമ്മുടെ രീതിയോട് യോജിക്കുന്നതാണ് അങ്ങോട്ടങ്ങ് അവരങ്ങ് ചേരും. ഇപ്പം നമ്മൾ ഈ പണിത പള്ളികളിൽ ഒത്തിരി പേര് അതുപോലെ പോയിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോൾ പണിയുന്ന തങ്കമണിയിലാണ് 60 വീടുണ്ടായിരുന്നു, ഇനി 14 വീട്. അത് അടുത്തുള്ള മറ്റു പള്ളികളിലൊക്കെ ചേർന്നു. ഇനി നമ്മൾ ഈ പള്ളി പണിയൊക്കെ കഴിയുമ്പം ആൾക്കാർ തിരിച്ചു വരാനുള്ള കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം അവർ വരത്തില്ല, കാരണം പള്ളി പണിക്കൊക്കെ പൈസ തരണമെന്നുള്ളതുകൊണ്ട്. പള്ളി പണിയൊക്കെ തീർന്ന് സൗകര്യങ്ങളായാൽ കുറച്ചാളുകൾ നമുക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഈ ഇടുക്കി ഇങ്ങനെ വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ പോവുകയാണ്. ഒത്തിരി പ്രോജക്ട്സൊക്കെ ഉണ്ട്. അപ്പം ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആവണം. അപ്പോൾ ആൾക്കാർക്ക് പള്ളികൾക്ക് ഇൻവോൾവ് ആവണമെങ്കിൽ അത്
എന്തായിരിക്കും അതിൻ്റെ ഒരു ബെസ്റ്റ് വേ എന്തായിരിക്കും ഇതിൽ ഇൻവോൾവ് ആവാൻ? ഈ പ്രോജക്ട്സിനെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് താല്പര്യപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് ഈ സഹായിക്കാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുക. നമ്മൾ നേരിട്ട് അവരോട് പണമൊന്നും വാങ്ങിക്കില്ല, അവർ തന്നെ ഈ കുട്ടികൾക്ക് പണം കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ എൻജിനീയറിങ്ങിന് വരെ 2-3 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഫുൾ എമൗണ്ട് കൊടുത്ത്. നല്ല മിടുക്കരായിട്ടുള്ള ഇടുക്കിയിലെ 1-2-3 കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് മുഴുവൻ എമൗണ്ടും കൊടുത്ത് അവർക്ക് എൻജിനീയറിങ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നഴ്സിങ്ങിനുമൊക്കെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വീട് വെക്കാനും ഒക്കെ ഈ വർഷം ധാരാളം പേർക്ക് പൈസ കൊടുത്തു. അതുപോലെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ 50,000 1 ലക്ഷം ഒക്കെ വെച്ച് പലർക്കും കൊടുത്തിട്ടുണ്ട്. അത് സഹായം ചെയ്യാൻ താല്പര്യമായിട്ട് വരുന്ന ആളുകളെ ഇവരുമായിട്ട് ബന്ധപ്പെടുത്തി നേരിട്ട് പണം കൊടുക്കുന്ന ഒരു രീതിയാണ്. നമ്മളവിടെ കളക്ട് ചെയ്തിട്ട് അത് പിന്നെ ഒരു കണക്കെഴുതി അത് പിന്നെ വിതരണം ചെയ്യുന്ന രീതിയൊന്ന് മാറ്റിയിട്ട് ഇതെല്ലാം നേരിട്ട് കൊടുക്കുന്ന ആളും വാങ്ങിക്കുന്ന ആളും തമ്മിൽ ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഈ പള്ളിയാണെങ്കിലും പണികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ പണം തരുന്ന ആളുകൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരുടെയും കൂടെ ഒരു അംഗീകാരം വാങ്ങിച്ച് അവരെ വിളിച്ചുകൊണ്ട് പോയി ഈ സൈറ്റൊക്കെ ഒന്ന് കാണിച്ച് അതെല്ലാം മനസ്സിലാക്കി അവരുമായിട്ട് നല്ലൊരു ശക്തമായൊരു ബന്ധത്തിലായി കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ യഥാസമയം അവരെ അറിയിക്കുന്നു. അവർക്ക് അതിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും റിപ്പോർട്ടുകളൊക്കെ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്രോഗ്രസ്സിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ നമ്മുടെ ഇടുക്കി ഹെറാൾഡ് ആ പേപ്പർ കണ്ടിരുന്നു. അപ്പം ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഇപ്പം പല പള്ളികളും വെളിയിൽ നിന്നൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഓൺലൈൻ വേർഷൻ വല്ലതും ഉണ്ടോ, അതോ ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്? അതൊന്നും നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രാരംഭദശയിൽ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ 2 മാസത്തിനകം രജിസ്ട്രേഷൻ കിട്ടും. അത് കഴിഞ്ഞെങ്കിലേ നമുക്ക് കുറച്ചും കൂടെ അത് വൈഡറായിട്ട് അത് അയച്ചു കൊടുക്കാൻ പറ്റും. ശരി. ഇപ്പോൾ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻജിനീയറിങ്ങിന് പിള്ളേർ പഠിക്കുന്നു. നമ്മുടെ ഒരു കോളേജ് അവിടെ പിരിമേട്. അപ്പോൾ അവിടെ ഈ പാവപ്പെട്ട പിള്ളേർക്ക് എല്ലാം എന്തെങ്കിലും അതായത് സീറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇടുക്കി ഭദ്രാസനത്തിലുള്ള കുട്ടികൾക്ക് ഒരു ടോപ്പ് പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്. ഡൊണേഷൻ ഒന്നും കൂടാതെ തന്നെ ആവശ്യപ്പെടുന്ന എല്ലാവർക്കും എന്നുവെച്ചാൽ മെറിറ്റ് വേണം. ഒരു പഠിക്കാൻ കഴിവുള്ള സമൃദ്ധരായ നല്ല കുട്ടികളെന്ന് തോന്നുന്ന ഇടുക്കി ഭദ്രാസനത്തിൽ നിന്ന് വരുന്ന എല്ലാവർക്കും തന്നെ ഈ വർഷം ഒരു ഡൊണേഷൻ വാങ്ങിക്കാതെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഫീസിലും അർഹതപ്പെട്ടവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രത്യേക നമ്പർ ഓഫ് സീറ്റ്സ് ഉണ്ട്. അതൊരു ആവശ്യപ്പെട്ട ഈ വർഷം ആവശ്യപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ ഈ ഇടുക്കി ഡയസിൽ പല പണികൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇടുക്കി ഹെറാൾഡ് അതിന് നല്ലൊരു ഇതാണ്. അതേപോലെ നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റോ എന്തെങ്കിലും ഉണ്ടോ ഈ ആൾക്കാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്? അതൊന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം 1 വർഷമല്ലേ ആയുള്ളൂ. അതെല്ലാം ഇങ്ങനെ ഒക്കെ ശരിയാക്കിക്കൊണ്ട് വരും. നമുക്ക് അരമന ഇരിക്കുന്നിടത്ത് തന്നെയാണെങ്കിലും ഇലക്ട്രിസിറ്റി ഒക്കെ ശരിക്കും എല്ലാ സമയവും കിട്ടത്തില്ല, ടെലിഫോൺ കണക്ഷൻ കാണത്തില്ല. എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതിയുണ്ട്. എന്നാലും എല്ലാവരും വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തെല്ലാം ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. എല്ലാം താമസിക്കാതെ എല്ലാം ശരിയായിട്ട് പൂർണ്ണതയിൽ വരാൻ പറ്റും. ഞാൻ ചോദിച്ച ചോദ്യമാണ് ഒന്നുകൂടെ ഒന്ന് ചോദിക്കുക. ഇപ്പം മറ്റുള്ളവർക്ക് ഈ ഇടുക്കിയെ സഹായിക്കാനായിട്ട് അവർക്ക് എന്തെങ്കിലും ചാരിറ്റി പ്രോജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനത്തെ പ്രോജക്ട്സിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇപ്പോൾ ഉള്ള? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഈ സാധുക്കളായ പെൺകുട്ടികളുടെ വിവാഹം. അതൊരു വലിയ പ്രശ്നമാണ് വീടുകളിലൊക്കെ. പെൺകുട്ടികൾ പ്രായപൂർത്തിയായിട്ടും വിവാഹം ചെയ്ത് അയക്കാനായിട്ട് സാധിക്കാതെ. രണ്ടാമതുള്ളത് വീടുകളില്ല. ഈ ഭയങ്കരമായ മഴയും തണുപ്പും ഒക്കെ സഹിച്ച് അവർക്കൊന്ന് സൗഖ്യമായിട്ട് താമസിക്കാൻ പറ്റിയതായ വീടുകളുണ്ട്. ഇത് രണ്ടുമാണ് എപ്പോഴും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവരത്രയും അങ്ങോട്ട്
ബോധവാന്മാർ. അത് പിന്നെ നമ്മൾ പറയണം, കുട്ടികളെയൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, അപ്പം നമ്മളതിനൊക്കെ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുട്ടികളെ വിടാമെന്നുള്ള ഒരു രീതിയിലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആവശ്യം ഈ വരുന്നത് ഈ വീട് ഉണ്ടാക്കുക, പെൺകുട്ടികളെ വിവാഹം ചെയ്ത് ഇതാ ഏറ്റവും കൂടുതലായിട്ടൊരു വലിയ പ്രതിസന്ധി. പിന്നെ അതുപോലെ ചികിത്സയുടെ കാര്യത്തിൽ അവർക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ കൂലിപ്പണിക്കാരാകുന്നതുകൊണ്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ആക്സിഡൻ്റൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ മരത്തേക്ക് കയറി താഴെ വീണെന്നിരിക്കും, മറ്റ ഒടിഞ്ഞു വീണെന്നിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് വരാവുന്ന ചില മേജറായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ അവർ പെട്ടെന്ന് ഓടി വരുന്നത് നമ്മുടെ അടുത്ത് വരും. പക്ഷെ ഒത്തിരി പേരൊക്കെ അങ്ങനെ പുറത്തുനിന്നൊക്കെ ആയിട്ട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അവരുദ്ദേശിക്കുന്നിടത്തോളം മുഴുവനായിട്ടും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറേയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഡാനിയൽ അച്ഛൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഇത് ഞങ്ങൾ വായിച്ചിരുന്നു, അയക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ നമുക്ക് അതിന് വല്ല ഫണ്ട് വല്ലതും ഉണ്ടോ? അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഡയസിസിൽ അങ്ങനെ ഫണ്ട്സ് ഒന്നുമില്ല. എങ്കിലും ഡാനിയൽ അച്ഛൻ്റെ കാര്യത്തിൽ അച്ഛന് ഹോസ്പിറ്റലിൽ അത്യാവശ്യം വേണ്ട മുഴുവൻ പൈസയും ഞാൻ തന്നെ കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിലെ മുഴുവൻ ബില്ലും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു അച്ഛന് കൊടുത്തു. ഒത്തിരി പേരെ അതിനെ സഹായിച്ചു. അച്ഛനൊരു പ്രയാസവും വരാം. പക്ഷെ അച്ഛന് പൂർണ്ണമായ ഒരു സൗഖ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് അല്പസമയം എടുക്കും. അകത്തേക്ക് നല്ല പരുക്കായിരുന്നതുകൊണ്ട് ഒരു വിരൽ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോയി. പിന്നെ കയ്യിലെ മാംസമൊക്കെ ഇളകിപ്പോയി. അതൊക്കെ കൊണ്ട് അല്പസമയം എടുക്കും. സാമ്പത്തികമായിട്ട് സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നൊക്കെ ധാരാളമായിട്ട്. ഇപ്പം ഈ വീട് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതിന് ഒരു നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇത്രയും രൂപയ്ക്ക് ഒരു വീട് ചെയ്യാം? ഇപ്പോൾ ഒരു വീട് സാധാരണ ഒരു സൗകര്യത്തിൽ തീരുന്നതിന് ഏകദേശം 1,00,000 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ വീട് 1-2 സ്ഥലത്ത് ഇപ്പം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1,00,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി ഒരു വീട് വെച്ചു കൊടുക്കും. പെൺകുട്ടികൾക്കൊക്കെ വിവാഹത്തിന് 50,000 രൂപ കൊടുത്താൽ അവർക്ക് സന്തോഷം. 50,000 രൂപ കൊടുത്താൽ അതിൻ്റെയൊക്കെ കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തും. എന്നാൽ ഈ വർഷം 1-2 കുട്ടികൾക്ക് 1,00,000 രൂപ വെച്ചൊക്കെ വ്യക്തികളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ഒരു 20 പെൺകുട്ടികൾക്കെങ്കിലും നമ്മൾ വിവാഹത്തിന് 50,000 1,00,000 ഒക്കെ ആയിട്ട് ഈ വർഷം കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം. അതേപോലെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു, അവർക്ക് പ്രയോറിറ്റീസ് അല്ലെങ്കിലും നമ്മുടെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടെങ്കിൽ ഇവർക്ക് അത് ഈ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല അവർ അത്രയും ഒരു ഇത് കാണിക്കാത്തത്. തീർച്ചയായിട്ടും പഠനത്തിനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ ഇപ്പോഴത്തെ പുതിയ സ്കൂളുകളിലൊക്കെ വിടണമെങ്കിൽ ഒരുപാട് പൈസ, യാത്ര, ബസ് കൂലി കൊടുക്കണം, ഫീസ് കൊടുക്കണം. എങ്ങനെയായാലും ഒരു കൊച്ചുകുട്ടിയെ വിടുമ്പോൾ ഒരു മാസം 10-500 രൂപ അവർക്ക് ചിലവ്. അത്രയൊക്കെ അവരെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പരിഗണനകളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നമ്മൾ പരിശ്രമിച്ചാൽ സാധിക്കും. ഇപ്പോഴും പ്ലാനിങ് സ്റ്റേജിലായിരിക്കാം. പക്ഷേ ഏത് ഏരിയയിലായിരിക്കും? ഇപ്പം പ്രൈമറി സ്കൂൾസ് ആണോ അതോ നഴ്സിംഗ് അങ്ങനത്തെ ഇതിലാണോ നമ്മൾ? ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നഴ്സിംഗ് സ്കൂളിനെക്കാട്ടിൽ അത്യാവശ്യമായിട്ടുള്ളത് നമ്മുടെ 1 തൊട്ട് +2 വരെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും അതിനോട് ചേർന്ന് അത് കഴിയുമ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം ഡിഗ്രി പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം കൂടെ ഉണ്ടാക്കുന്നതായിരിക്കും ഇപ്പോൾ പ്രാഥമികമായിട്ടൊക്കെ ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു പ്രോഫിറ്റ് ഇതായിട്ട് പോകാതെ അതിന് പാവങ്ങൾക്ക് അതിനുള്ള സീറ്റും അങ്ങനത്തെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പോലെയുള്ളൂ, അതിന് വ്യത്യാസം തോന്നുന്നത്. അപ്പം ഇത്രയും നേരം ഈ ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്തതിന് വളരെ താങ്ക്സ്. അത് വളരെ യൂസ്ഫുള്ളാണ്, എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഇതിനൊക്കെ ഒരു നല്ല തുടക്കം ആടുകളുടെ ഇടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ മിസ്റ്റർ എബ്രഹാം വന്ന് ഇടുക്കിയിലെ കുറേ പള്ളികളൊക്കെ സന്ദർശിച്ചിരുന്നു. വളരെ നന്ദിയോടുകൂടെ ഓർക്കുന്നുണ്ട്. ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ അവരത് കോപ്പി എടുത്തൊക്കെ വെച്ചിരുന്നത് ഞാൻ കാണുകയുണ്ടായി.
അതിൽ നിന്ന് ഒരു താല്പര്യം ധരിച്ചിട്ട് പലരും എന്നെ ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും കുറേ ആളുകളൊക്കെ ചെറിയ സംഖ്യയൊക്കെ ആണെങ്കിൽ അയച്ചു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. രാജേഷിനോടും പ്രത്യേകം നന്ദിയുണ്ട്.